ദക്ഷിണ റെയിൽവേ മാനേജറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ സന്ദർശനം നടത്തി. അമൃത് ഭാരത് പദ്ധതി പ്രകാരം നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന റെയിൽവേ സ്റ്റേഷനിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം. വൈകിട്ട് 5:15 റെയിൽവേ സ്റ്റേഷനിലെത്തിയ DRM ശരത് ശ്രീവാസ്തവ നിർമ്മാണം നടക്കുന്ന സ്റ്റേഷൻ പരിസരം, സമീപത്തെ പാർക്കിംഗ് ഏരിയ, റെയിൽവേ സ്റ്റേഷൻ മുതൽ ചൗക്ക വരെയുള്ള പാതയുടെ പ്രവർത്തനങ്ങൾ എന്നിവ നേരിൽ കണ്ട് പരിശോധിച്ചു. Minimum 10 meters. The existing meters. കഴിഞ്ഞ ദിവസമാണ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പാതയുടെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അമൃത് ഭാരത് പദ്ധതിയുടെ 1ാം ഘട്ടം അടിയന്തരമായി പൂർത്തിയാക്കേണ്ട സാഹചര്യത്തിൽ പുനലൂരിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഏറെ കാലതാമസമാണ് നേരിടുന്നതെന്ന് DRM വിമർശിച്ചു. പദ്ധതി ഏറ്റെടുത്തിരിക്കുന്ന കരാറുകാരനുമായി സംസാരിക്കുകയും അടിയന്തരമായി തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്ന്
കർശന നിർദ്ദേശം നൽകുകയും ചെയ്തു. ശക്തമായ മഴയുണ്ടായിരുന്നുവെങ്കിലും റെയിൽവേ സ്റ്റേഷൻ മുതൽ ചൗക്ക വരെയുള്ള പാതയിൽ കാൽനടയായി സഞ്ചരിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥ സംഘം വിലയിരുത്തിയത്. തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ വരുത്തേണ്ട മാറ്റവും ഉൾപ്പെടുത്തേണ്ട പുതിയ കാര്യങ്ങളും നിർദ്ദേശിച്ചിട്ടുമുണ്ട്. കിഴക്കൻ മേഖലയിലെ റെയിൽവേ സ്റ്റേഷനുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണമെന്നും കൂടുതൽ സർവീസുകൾ കൊല്ലം, പുനലൂർ, ചെങ്കോട്ടപ്പാതയിൽ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട പാസഞ്ചേഴ്സ് അസോസിയേഷൻ നിവേദനവും നൽകി. റെയിൽവേ കൊമേഴ്സ്യൽ മാനേജർ എൽ ഗണേഷ്, ദക്ഷിണ റെയിൽവേ മധുര ഡിവിഷനിലെ ഉദ്യോഗസ്ഥർ, പുനലൂർ റെയിൽവേ സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ എന്നിവർ സന്ദർശന സംഘത്തിലുണ്ടായിരുന്നു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.